എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും പറയാത്തത്? ഇനി ഇളയച്ചനുമായിട്ട് അടിവെച്ചാണോ? എങ്കിൽ അത് എന്റെ കുഴപ്പം കൊണ്ടല്ല. മാലുവിനെ കാണരുതെന്നും സ്നേഹിക്കരുതെന്നും ഒക്കെ എന്നോട് വന്ന് പറയാൻ അവനാരാ? ഇനി അവനല്ല, ഏത് കൊലവമ്പം എന്ന് പറഞ്ഞാലും ശരി, ഞാൻ ഈ പ്രേമത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. രാമഭദ്രൻ വിചാരിക്കുന്ന പോലെ എനിക്ക് രാമഭദ്രനോട് പ്രേമൊന്നുമില്ല. രാമഭദ്രൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇത്രയും നാൾ പറഞ്ഞതൊക്കെ നുണയാ. എന്റെ ഈ പ്രേമവും സ്നേഹവും ഒക്കെ വെറും കള്ളത്തരമാ. ഞാൻ രാമഭദ്രനെ ചതിക്കുകയായിരുന്നു. എല്ലാം എന്റെ അച്ഛമ്മ പറഞ്ഞിട്ടാ. പക്ഷെ ഇപ്പോ നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ശത്രുതയുടെ ആഴം പരപ്പും ഒക്കെ മനസ്സിലാക്കിയപ്പോ മതിയാക്കുക. എന്റെ ഈ പ്രതികാരവും പകരം വീട്ടിലൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ രാമഭദ്രൻ മറക്കണം. വരട്ടെ. ഒന്ന് നിന്നേ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോ. നീ എന്താ വിചാരിച്ചത്? നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നെന്നോ? അയ്യടാ, പ്രേമിക്കാൻ പറ്റിയ ഒരു ചളുക്ക് എന്റെ ക്ലോസ് ഫ്രണ്ട് മായൻകുട്ടി പറഞ്ഞെന്ന ഐഡിയ. നിന്നെ വെച്ച് നിന്റെ കുടുംബത്തെ തകർക്കാവുന്നു. അതിനുവേണ്ടിയാ ഞാൻ അടുത്തത്. അല്ലാണ്ട് നിന്നെ കെട്ടിയെടുത്ത് എന്റെ കുടുംബത്ത് കൊണ്ടുപോയി വാഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. മനസ്സിലായോ? ഇപ്പൊ നീയായിട്ടല്ല അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഞാനും എല്ലാം അവസാനിപ്പിച്ചേക്കാം. നീ എന്താ പറഞ്ഞത്? നിന്നെ മറക്കണമെന്ന്. ഇനി നിന്നെ ഓർത്തിട്ട് വേണ്ടേ മറക്കാൻ? ഞാൻ നിന്നെ വെറുക്കുന്നു. ഇപ്പൊ പറഞ്ഞതിലും 1000 മടങ്ങ്, 1000 മടങ്ങ്. ഗുഡ് ബൈ. എന്താണത്? മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ഉറങ്ങുന്നോ? ബാക്കിയുള്ളവരെ ഉറക്കം കളഞ്ഞിട്ട് നീ കിടന്നുറങ്ങുന്നോ? ഇതെന്ത് പാട്? ഞാനാണ് നിന്റെ ഉറക്കം കളഞ്ഞത്. നീയല്ലേ എല്ലാം പറഞ്ഞു. വെറുതെ നടന്നിരുന്ന എന്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് അവന്റെ ഒടുക്കത്തെ കൂർക്കമ്പലി. അതിന് നീ എന്നെ അവളോട് പറഞ്ഞില്ല. നിനക്ക് അവളോട് പ്രേമമൊന്നുമില്ലെന്ന്. പിന്നെന്താ? അങ്ങനെ കൂടെ പറഞ്ഞെന്ന് വെച്ച് എനിക്കതിന് പറ്റണ്ടേ? അവളെന്റെ മനസ്സിന് പോകണ്ടേ? കുഴപ്പമായി എന്നാ തോന്നുന്നത്. അല്ല, എന്താണ് പിശാച പുറകെ കൂടെ ഒന്ന് പേടിപ്പിക്കുന്നത്? പേടിപ്പിച്ച ഞാനാണോ? നീയല്ലേ? ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വന്നതല്ലേ? സമാധാനിപ്പിക്കുന്നു? ഇങ്ങനെയാണോ സമാധാനിപ്പിക്കുന്നത്? ഞാൻ അച്ഛനും ചേട്ടന്മാരെ കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് അയാൾ പുറകെ കൂടെ ഒരു സമാധാനിപ്പീര്. ഇനിയിപ്പൊ പേടിച്ചിട്ട് എന്താടാ കാര്യം? നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം. ആരൊക്കെ എതിർത്താലും അവളെ കെട്ടണം. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ പറ്റും. എനിക്ക് ഇനിയും പലതും ആലോചിക്കാനുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്. ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്ക. ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം. ഓക്കെ? ആലോചനക്കിടയിൽ ശല്യപ്പെടുത്തരുത്. ഗുഡ് നൈറ്റ്. അയ്യോ, ഈ പാതിരാത്രിയില് ഹോസ്റ്റലിനകത്ത് ഒച്ച വെക്കണ്ട. മാലുവിനെ രാത്രി തന്നെ വന്ന് കാണണമെന്ന് തോന്നി. വന്നു. പിന്നെ മാലുവിനെ മറക്കാനും വെറുക്കാനും ശ്രമിക്കായിരുന്നു. ഇതുവരെ സാധിച്ചില്ല. ഇനിയോട്ട് സാധിക്കുമെന്ന് തോന്നില്ല. ഇപ്പോഴാ എനിക്ക് ആ സത്യം മനസ്സിലായത്. ഞാൻ ശരിക്കും മാലുവിനെ ഇഷ്ടപ്പെട്ടു പോയി. I love you, Maya. I really love you. മാലുവിനും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം.
മാലുവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കുകയും വേണം. രാമഭദ്ര, ഇപ്പൊ വേണ്ട, നാളെ കാലത്ത് ഞാൻ വരും. അപ്പോ ഗുഡ് നൈറ്റ്. ഹലോ, ഇവിടത്തെ താമസമൊക്കെ സുഖമാണല്ലോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. വാടാ, ഒന്ന് കാണണമല്ലോ. എക്സ്ക്യൂസ് മീ, ആ എനിക്ക് മാലുവിനെ ഒന്ന് കാണണം. മാലുനെയോ? അതെ. മാലു പോയല്ലോ. കാലത്തെ വീട്ടിൽ നിന്ന് ആള് വന്ന് കൂട്ടിക്കൊണ്ട് പോയി. എന്താ എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല. ഏയ് ഒന്നുമില്ല, വരട്ടെ. ഇനി നീയുമായിട്ടുള്ളത് വീട്ടിലും അറിഞ്ഞാണോ? രാമഭദ്ര, മാലു മനഃപൂർവ്വം പോയതാ രാമഭദ്രനെ ഇനി കാണാണ്ടിരിക്കാൻ. ഞങ്ങൾ പോലും പുറപ്പെടുമ്പോഴാ അറിഞ്ഞത്. വെളുപ്പിനെ വീട്ടിൽ നിന്ന് കാർ വരുത്തി പോവുകയായിരുന്നു. പിന്നെ രാമഭദ്രനോട് പറയാൻ പറഞ്ഞു ഇനി കാണാൻ ശ്രമിക്കരുതെന്ന്. എങ്കിൽ ഇതൊക്കെ അവൾക്ക് എന്നോട് നേരിട്ട് പറഞ്ഞൂടെ? ഞാൻ പിടിച്ച് വിടുങ്ങൂ. ഇതവളെ കാണാതിരിക്കുന്ന പ്രശ്നമില്ല. ആനപ്പാറ പോണെങ്കിൽ അവിടെ പോയി കാണും. ആനപ്പാറയിലോ? എങ്ങനെ പോകുന്ന? നീ വാ. ആക്ച്വലി എന്താ പ്രോബ്ലം? നീ ഇവിടെ നില്ലേ, ഞാൻ പോയേച്ചു വരാം. ഞാൻ കൂടെ വരാം. നീ എന്തിനു വരുന്നു? ഒരു ധൈര്യത്തിന്. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. എനിക്കുണ്ട്. എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യക്കുറവുണ്ട്. ചാകണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചാകണം. കൂട്ട് തല്ലി പൊട്ടിക്കണ. ചാട് ചാട്. माँ कहती है तुम जब छोटे थे तो अपने जन्मदिन पर तुमने आदमी के काले कोट को ब्लैक समझ दिया था। മുറുകെ പിടിച്ചോളാം. മോളിൽ ചെല്ലുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ വിസിലടിച്ചാൽ മതി. വിസില് അപ്പോ നിന്റെ വീട്ടിൽ അറിയിക്കാം. പോടാ പുല്ലേ. तभी तो तुम्हें सजा दी गई थी, जबरदस्त सजा? और क्या, तुम्हारे डैडी ने कहा तुम घर में रहने लायक नहीं हो, सिर्फ आके तुम्हें भेज दिया गया बॉडी। क्या बेकार सी बकबक कर रही हो बॉबी? मत सुना रहा था बाबा, कोई हक पैर नहीं होते इसकी बात का। ये सच है क्या आंटी? तो खाया नहीं राजू बाबा। എന്താ? आंटी बता പേടിച്ചതാ. सिनेमा हाँ बेटे, मैं उसे बहुत प्यार करता हूँ, मैं उससे शादी करना चाहता हूँ। ഇറങ്ങി പോ വേഗം. ആദ്യം എന്നെ ഇഷ്ടമാണെന്ന് പറ. അയ്യോ പോകാൻ. ആരെങ്കിലും കാണുന്നതിന് ഒന്ന് പോകാൻ. ഇഷ്ടമാണെന്ന് പറയാതെ പോകുന്ന പ്രശ്നമില്ല. ഞാൻ ദേ ആ ചായപ്പി കാണും. ഇനി നേരം വെളുത്താലും ശരി, മാലു അവിടെ വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറയാതെ ഞാൻ പോവില്ല. ഓക്കെ? അങ്ങോട്ട് എവിടെ പോണു? ഇങ്ങോട്ട്. ഞാൻ അതിനകത്ത് ഇരിക്കാൻ പോവാ. എന്തിന്? അതൊക്കെ വേറെ പ്ലാനുണ്ട്, നീ വിട്. ഇത് തീക്കളിയാണ്. തീക്കളിയാണ് എനിക്കിഷ്ടം. രാമഭദ്ര പറയുന്നത് അതോ എന്താ അത്? ഇതാരായി ചായപ്പ് ഇങ്ങനെ തുറന്നിട്ടത്? എടാ ചക്ക, എന്നെ വിളിച്ചായിരുന്നോ? അതങ്ങോട്ട് പൂട്ടിട്ടാരാ? ഓ, വല്ലാത്ത കാല, ഒന്നും വിശ്വസിക്കാൻ വയ്യ. എടാ ഇങ്ങോട്ടൊന്ന് വന്നേടാ. ഈ ചായപ്പിൽ വല്ല കുറുക്കനും കയറി ഒളിച്ചിരിക്കണോന്ന് നോക്കിയേ. നീ കൂടെ ചെല്ലടാ. ദേ പട്ടി കിടന്ന് ബഹളം വെക്കണ കണ്ട, ഒന്ന് ചെന്ന് നോക്കിയടാ.
ആ ടോർച്ച് നിർത്തടാ. കുഴപ്പമായല്ലോ. ജാക്കി, പോടാ പുറത്ത്. എന്താ അത്? ഞാൻ കള്ളനല്ല, ഞാൻ മായൻകുട്ടിയാണ്. ഇവിടത്തെ മാലുവിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മായൻകുട്ടി. മാലുവിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു പുസ്തകം മേടിക്കാൻ വന്നാണ്. പുസ്തകം മേടിക്കാൻ മധുരഞ്ചാരിയാ പറഞ്ഞത്. അത് രാത്രി ആയതുകൊണ്ട് ആരെയും വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച. അയ്യ, അത് നല്ല വിചാരായിപ്പോയി. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അതോ ഇത് കള്ളലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പിക്കും. അതോ അതിനുമുമ്പ് നിങ്ങൾ മാലുവിനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. എന്നിട്ട് പോലീസിനെയോ പട്ടാളത്തിനോ വിളിച്ചോ. മാലു, മാലു അകത്ത് പോ, ഞാനിപ്പോ വരാം. എന്താ ഇവരെ നീ അറിയൂ? ഇത് മായൻ, എന്റെ ക്ലാസ്സിലെ മായൻകുട്ടിയാണ്. കണ്ട എല്ലാവർക്കും ഇപ്പൊ എന്നെ വിശ്വാസ. എന്നെ എവരെല്ലാരും കൂടി പിടിച്ചെടുത്തായിരുന്നു മാലു. എന്തിന്? എന്താ എന്താ കാര്യം? എന്താ കാര്യം? ഒന്നുമില്ല, നീ അകത്ത് പോയിക്കോ. പോട്ടെ മായൻകുട്ടി. ശരി മാലു, പോയിക്കോടാ. ഇടാ പോയാൻ. നിക്കടാ അവിടെ. നീ ആരാടാ നോക്കിയത്? ആര് നോക്കി? എവിടാ അവൻ? ആര്? നിന്റെ കൂടെ വന്നവൻ. ആരും വന്നില്ല. വേഗം ഇറങ്ങി വാ. വേഗം ഇറങ്ങി വരാൻ. മാലു അത് പറയാതെ ഞാൻ പോവില്ല. രാമഭദ്രൻ, ഞാൻ പറയണ കേക്ക്. പറ, ഞാൻ പോണോ വേണ്ടേ? ആരെങ്കിലും വരുന്നതിന് മുമ്പ് പോകാൻ. നിന്റെ കൂടെ വന്ന രാമഭദ്രൻ എവിടെയെന്നാടാ ചോദിച്ചത്? പട്ടി പറയുന്നുണ്ടോ ഇല്ലയോ? രാമഭദ്ര പ്ലീസ്. വേണ്ട, പറയുന്നില്ലേ വേണ്ട, ഞാൻ ഇതിനകത്തിരുന്നോളാം. വേണ്ട വേണ്ട വേണ്ട, നിക്ക്, പറയാം, ഞാൻ പറയാം. അവൻ ചായ്പിലുണ്ട്. എനിക്ക് രാമഭദ്രന് ഇഷ്ടമാണെന്നല്ല, ജീവനാണ്. ജീവൻ പോരെ. താങ്ക് യു മാലു, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. എന്താടി ഇവിടെ? ഒന്നുമില്ല. കയറി പോകത്ത്. നീയൊക്കെ പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയോ എന്ത് പണ്ടാരം വേണമെങ്കിലും അയക്കോ. അതിന് ഞാനെന്തിനാ കണ്ടോന്റെ കിടിയുള്ളത്? നിന്നോടാരും പറഞ്ഞു അപ്പൊ തന്നെ മരത്തിന് വെളിയിൽ താഴോട്ട് കുതിക്കാൻ? ഓഹോ, അതായല്ലേ കുഴപ്പം. അബദ്ധത്തിലാണെങ്കിൽ ഞാൻ വീണില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അവരെല്ലാവരും കൂടി നിന്നെ കൊന്ന് കുളിച്ച് മൂടിയാണ്. എടാ മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണോടാ മൃഗമേ. നന്ദി വേണം, അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. നീ പറഞ്ഞിട്ടില്ല ഞാൻ അവളെ പ്രേമിച്ചത്, എന്നിട്ട് നന്ദി നിന്നെ കൊണ്ടോ? അയ്യടാ, ഇതെവിടത്തെ ന്യായം? പിന്നെ നീയല്ലേ ഞങ്ങളെ ഒന്നിപ്പിച്ചത്. അതിന് അപ്പൊ പിരിയാൻ നോക്കണ്ട നിന്റെ കടമയാ. അതിന് പിരിയാനും ചുറ്റാനും ഒക്കെ നിന്റെ അച്ഛൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിന്റെ വീട്ടിൽ പോയിട്ട് ആ മുറ്റത്ത് പോലും ഒരു പെണ്ണും കാലുകുത്താൻ പാടില്ലെന്ന് ശപഥം ചെയ്തിരിക്കില്ല അങ്ങേര്? ഇങ്ങനെ ഉണ്ടോ ഒരച്ഛൻ? അതൊക്കെ നമ്മുടെ വാപ്പ. ഞാൻ ജനിച്ച് 3-4 ഡിം. ഇതിങ്ങനെ കിടക്കയല്ലേ, എന്നിട്ട് ആഴ്ചയിൽ ഓരോ ശപഥവും. എടാ, നിനക്ക് അവളെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. എങ്ങനെ നിന്റെ ചേട്ടന്മാരുടെ മനസ്സിളക്കണം, അവർക്കും കൂടി കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കണം. ചേട്ടന്മാരിൽ ഒരാളെ നമ്മുടെ കൂടെ കിട്ടിയാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇന്ന് നിന്റെ മനസ്സിൽ വീണിരിക്കുന്ന ഈ തീപ്പൊരി ഇനി അവരുടെ മനസ്സിലേക്ക് ഞാൻ വീട്ടി തരാടാ.